ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് എൻ്റെ മമ്മിക്ക് തീരെ വയ്യായിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഞാൻ കിച്ചണിലേക്ക് ഫുൾ ടൈം എന്താ പറയുക, മമ്മിയുടെ കിച്ചണിലേക്ക് എനിക്കൊരു എൻട്രി കിട്ടിയത്. മമ്മിക്ക് ഇഷ്ടമല്ല നമ്മൾ കിച്ചണിൽ മമ്മീനെ ഹെൽപ്പ് ചെയ്യുന്നു. മമ്മിയുടേതായിട്ടുള്ള രീതിയിലാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഞാനാണ് ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അപ്പം ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ വുഡൻ സ്പൂണൊന്നും നല്ല സ്പൂണില്ല. എല്ലാം ഇങ്ങനെ എന്താ പറയുക, മമ്മി അങ്ങനെ അധികം കിച്ചണിലേക്ക് ഒന്നും സ്പെൻഡ് ചെയ്തില്ല കേട്ടോ. ഉള്ളതൊക്കെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കും. അതാണ് മമ്മിയുടെ ഒരു സ്വഭാവം. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആമസോണിൽ നോക്കി കഴിഞ്ഞപ്പോൾ വളരെ കാശ് കുറഞ്ഞ് വളരെ ചീപ്പായിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ കിട്ടും. കിച്ചണിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈം ഉണ്ടല്ലോ, അത് എത്ര സമയം സ്പെൻഡ് ചെയ്തതെന്ന് ഒരു കണക്കുമില്ല. പിന്നെ പ്രത്യേകിച്ച് ഇവിടുത്തെ കിച്ചൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചൂടെടുത്ത് നമുക്ക് നിൽക്കാൻ പോലും പറ്റത്തില്ല. അപ്പം ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്ത് ആ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ ഒരു 10 മിനിറ്റ്സ് റെസ്റ്റ് എടുക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തല ഭയങ്കരമായിട്ട് ഇങ്ങനെ വിയർക്കുവാണ്. കാരണം നമ്മുടെ കിച്ചണിൽ ഫാൻ ഉണ്ടെങ്കിലും അത് ഇട്ടുകൊണ്ട് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. എനിക്ക് ഒന്നുപോലെ തല വിയർത്തിട്ട് പിന്നെ ചുമയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നില്ല ഇപ്പൊ മമ്മിയുടെ ചുമ. അപ്പൊ മമ്മി റെസ്റ്റിലാണ്. അപ്പൊ ഞാൻ വാങ്ങിച്ചതില് ഏറ്റവും ആദ്യം നിങ്ങൾ കാണിച്ചു തരാനുള്ളത് ഈ ഒരു വുഡൻ സ്റ്റാൻഡാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയല്ല വരുന്നത്, കുറച്ച് ഇങ്ങനെ പാർട്സ്. ഇതിപ്പോ ഞാൻ ഫിറ്റ് ചെയ്തതാണ് കേട്ടോ. ഇതിങ്ങനെ കുറച്ച് പാർട്സ് ആയിട്ട് ഇങ്ങനെ വരും. പക്ഷെ വളരെ എന്താ പറയാ, വളരെ രസമായിരുന്നു ഇത് ഫിറ്റ് ചെയ്യാനായിട്ട്. ഞാൻ തന്നെ സ്ക്രൂ ഡ്രൈവറൊക്കെ എടുത്തിട്ട് ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് വലിയ കാര്യം ചെയ്ത പോലെയൊക്കെ ഉണ്ടായിരുന്നു. സാധാരണ രഞ്ജിത്ത് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ രഞ്ജിത്തായിരുന്നു ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ നമ്മുടെ ആവശ്യമുള്ളപ്പോൾ നമ്മൾ എന്തും ചെയ്യും എന്നുള്ളതിന് എന്താ പറയുക, ബെസ്റ്റ് എക്സാമ്പിളാണ് ഇതൊക്കെ ഞാൻ തന്നെ പിടിച്ചു. കാരണം എനിക്ക് ഇതിൻ്റെ അകത്ത് വെച്ച് ഇങ്ങനെ കാണുമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം ഈ ഒരു വുഡൻ സ്റ്റാൻഡിന് വെറും 799 റുപ്പീസ്, അതായത് 800 റുപ്പീസ് ഉള്ളൂ. പക്ഷെ ഇത് നമ്മുടെ കിച്ചണിൽ ഒരു ഭംഗി കൂട്ടൂല. എന്തായാലും ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഒരു വുഡൻ സ്റ്റാൻഡ് ഇങ്ങനെ മേടിച്ച് വെക്കണമെന്ന്. പിന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് മസ്റ്റായിട്ട് നമ്മുടെ കിച്ചണിൽ വാങ്ങിച്ചു വെച്ചേക്കുന്നത് ഒന്ന്, പിന്നെ നമ്മുടെ കൈ പൊള്ളുന്നതൊക്കെ സ്ഥിരമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ബോറോലിൻ കിട്ടിയില്ല, അപ്പോൾ വേറെ ഏതോ ഒരു ബ്രാൻഡിൻ്റെ ബേൺ ഹീൽ എന്ന് പറഞ്ഞൊരു വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കൈ മുറിയുമ്പോൾ തേക്കാനുള്ള വൂൺസിനൊക്കെ തേക്കാൻ പറ്റിയ വേറൊരു ക്രീമും. ഇത് രണ്ടും നമ്മുടെ കിച്ചണിൽ എപ്പോഴും അത്യാവശ്യമുള്ള കാര്യമാണ്. ഇനിയിപ്പോൾ ഇത് നിങ്ങൾ മേടിക്കാനായിട്ട് നിങ്ങൾക്ക് സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വൈറ്റ് പേസ്റ്റ് പെട്ടെന്ന് തേച്ചാലും നല്ല റിലീഫ് കിട്ടാറുണ്ട്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ എന്തായാലും കിച്ചണിൽ വാങ്ങിച്ച് വെക്കുക. കണ്ടോ, ഞാൻ അങ്ങനെ സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുവാണ്. രണ്ടാമതായിട്ട് വാങ്ങിച്ചത് ഈ ഗ്ലാസ് ജാറാണ്. 500 ml ഗ്ലാസ് ജാറാണ്. എനിക്ക് പ്ലാസ്റ്റിക് എൻ്റെ കിച്ചണിൽ നിന്ന് മാക്സിമം ഒഴിവാക്കി കളയുന്ന ഭയങ്കരമായ ആഗ്രഹമുണ്ട്. ഈ 6 ഗ്ലാസ് ജാർ വാങ്ങിച്ചതിന് വെറും 474 രൂപയായിരുന്നു. പക്ഷെ എന്താ ഇത് കാണാൻ തന്നെ ഇതൊരു ഭംഗിയാണല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ നമുക്കിടെ സ്ഥിരം ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, ഇപ്പൊ ജീരകം ആണെങ്കിലും കടുകൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ അകത്ത് ഇട്ട് വയ്ക്കാം. കണ്ടോ, നല്ലൊരു ഇതിന്റെ ലിഡും നല്ല ഭംഗിയാണ്. സോ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഏറ്റവും കൂടുതൽ വാങ്ങിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഗ്ലാസ് ജാർ തന്നെയാണ്. ഇത്രയും വുഡൻ സ്പൂണിന് വെറും 199 റുപ്പീസേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ നല്ല നല്ല യൂസ്ഫുള്ളാണ് ഇതുപോലത്തെ ഉള്ള വുഡൻ സ്പൂണുകൾ. ഇത് ഞാൻ ഈ കറികളൊക്കെ, ഗ്രേവിയുള്ള കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. ശരിക്കും ഈ ചപ്പാത്തി തിരിച്ചിടാനും പിന്നെ ദോശയൊക്കെ എടുക്കാനും ഇതൊക്കെ നല്ലതാണ്. 200 രൂപയ്ക്ക് ഏകദേശം 7 വുഡൻ സ്പൂണാണ് കിട്ടിയത്. ശരിക്കും ലാഭമായി പോയി. നമ്മുടെ ഈ പ്ലാസ്റ്റിക്കിന്റെ നമ്മൾ സ്പൂൺ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് പല വീടുകളിലും. എൻ്റെ വീട്ടിലൊക്കെ പ്ലാസ്റ്റിക്കിന്റെ സ്പൂണുകൾ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നല്ല ചൂടാണെങ്കിൽ അത് ഉരുകി പോകാറുണ്ട്. അങ്ങനെ നമ്മുടെ UK സ്റ്റവ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഇൻഡക്ഷൻ കുക്കർ പോലെയാണ് കേട്ടോ അത് അവിടെ. അപ്പം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടുള്ളപ്പം അതിൻ്റെ അടുത്ത് നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിച്ചെന്ന് വരില്ല. അപ്പോൾ പ്ലാസ്റ്റിക്കിന്റെ സ്പൂണൊക്കെ നമ്മൾ ഉപയോഗിച്ചപ്പോൾ ചില സമയത്ത് ഇത് കരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പം നമ്മുടെ വീട്ടിൽ മാക്സിമം നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ തവികളൊക്കെ ഒഴിവാക്കിയിട്ട് ഇതുപോലത്തുള്ള വുഡൻ സ്പൂൺ യൂസ് ചെയ്യണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇത് വെറും 200 രൂപയ്ക്ക് ഇത്രയും 7 സ്പൂണാണ് കിട്ടിയത്. ഇനി ഇതുപോലെ തന്നെ ഒരു വുഡൻ പിന്നെ പ്ലേറ്റ് ഒക്കെ വയ്ക്കാനുള്ള ഒരു സ്റ്റാൻഡ് വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ അത് എടുത്തുകൊണ്ട് വരാം. ഇതെല്ലാം ഞാൻ യൂസ് ചെയ്ത് തുടങ്ങി. ഇപ്പം ഇത് വന്നിട്ട് ഒരു 2-3 ദിവസമായി. അപ്പം ഞാൻ എൻ്റെ ഒരു എക്സൈറ്റ്മെന്റും കൊണ്ട് ശരിക്കും വീഡിയോ എടുക്കുന്നത് ആദ്യം ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറേ ദിവസമൊക്കെ തുറക്കാതെ ഞാൻ വെച്ചിരുന്നു. നിങ്ങൾ ഫുൾ ഇങ്ങനെ എങ്ങനെയാണ് ഇത് ഫിറ്റ് ചെയ്യുന്നതൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. പക്ഷേ എൻ്റെ എക്സൈറ്റ്മെന്റ് കൊണ്ട് ഞാനത് തുറന്ന് യൂസ് ചെയ്ത് തുടങ്ങി. അപ്പം ഞാൻ ആ വുഡൻ സ്റ്റാൻഡ് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരാം. ഈ വുഡൻ പ്ലേറ്റ് സ്റ്റാൻഡിന് വെറും 279 രൂപയുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല രസമാണ് ഇത് വെക്കാനായിട്ട്. നമുക്ക് ഇങ്ങനെ വെച്ചാൽ മതി. ഭയങ്കര സിമ്പിളാണ്.
ഒരു 279 ഉള്ളൂ. എന്തൊരു ഭംഗിയാണ് നോക്കി. നമ്മുടെ കിച്ചണിൽ ഒരു പ്രത്യേക ഭംഗിയാണ് ഈ ഒരു വുഡൻ പ്ലേറ്റ് സ്റ്റാൻഡ് വെച്ചപ്പോൾ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യും കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഈ ടിഷ്യൂ റോൾ ഹോൾഡർ ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ എല്ലാത്തിനും ഞാൻ പറഞ്ഞില്ലല്ലോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടുകൊണ്ടാണല്ലോ അല്ലെ വാങ്ങിച്ചത്. നോക്കി, നമ്മൾ ഒരു ഷോപ്പിൽ പോകുന്ന ആ ഒരു ടൈം ലാഭം, പ്രത്യേകിച്ച് ഇങ്ങനെ കൊച്ചു കുട്ടികളുള്ള അമ്മമാർക്കൊക്കെ ഓൺലൈൻ ഷോപ്പിംഗ് വളരെ എന്താ പറയുക, നമ്മുടെ അനുഗ്രഹമാണ്. അടുത്തായിട്ട് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചത് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ആണ്. ഇത് സിലിക്കോൺ സ്ട്രെച്ച് ലിഡാണ്. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇത് ഞാൻ എൻ്റെ മദറിലോ അവിടെ യൂസ് ചെയ്യുന്ന കിച്ചണിൽ യൂസ് ചെയ്തപ്പോൾ ഞാൻ വണ്ടർ അടിച്ചു പോയി കേട്ടോ. ഇത് കണ്ടോ, ഇതുപോലെ നന്നായിട്ട് കവർ ചെയ്തിരിക്കും. ഭയങ്കര യൂസ്ഫുള്ളാണ്. പംകിൻ, ഇപ്പോൾ മത്തങ്ങ ആണെങ്കിൽ മത്തങ്ങ, അല്ലെങ്കിൽ കുമ്പളങ്ങ ആണെങ്കിൽ കുമ്പളങ്ങ, ഇതെല്ലാം നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഫുൾ അന്നത്തെ ദിവസം നമ്മൾ യൂസ് ചെയ്യത്തില്ലല്ലോ. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ, ഇപ്പോൾ ചില സമയത്തൊക്കെ ഉണ്ടല്ലോ, ഈ പറഞ്ഞ മാമ്പഴം ഉണ്ടാകുന്ന സമയത്തൊക്കെ നമ്മുടെ കിച്ചണിൽ ഭയങ്കര ഈച്ചയുടെ ശല്യമായിരിക്കും. അപ്പോൾ എനിക്കിങ്ങനെ ഇത് തുറന്നിങ്ങനെ വെക്കുന്നതേ ചിന്തിക്കാൻ വയ്യ. അടുത്തായിട്ട് ഞാൻ വാങ്ങിച്ചത് നമ്മുടെ ഇവിടുത്തെ ടീ കപ്സ് ഭയങ്കര മുഷിഞ്ഞു പോയായിരുന്നു കേട്ടോ. വൈറ്റ് ടീ കപ്സ് ആണ് മമ്മി എപ്പോഴും യൂസ് ചെയ്യാറ്. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് മുഷിഞ്ഞ് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ടീ കപ്സ് മേടിക്കാമെന്ന്. 6 സെറാമിക് കപ്പ് വാങ്ങിച്ചു. അതിന് 499 രൂപയായിരുന്നു. നല്ല, അതും എല്ലാം ഇങ്ങനെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആണ് കേട്ടോ. ബ്ലൂ, തെർമോക്കോൾ ഇരിക്കുന്നത് ബ്ലൂ, ഒരു ലൈറ്റ് പീച്ച്, പിന്നെ ഇങ്ങനെയാണ്. 6 കപ്പിന് നമുക്ക് 499 രൂപയാണ് ആയത്. ഇത് ഒരേ ഷെയ്ഡിലും വേണമെങ്കിൽ കിട്ടും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഗ്രീൻ കളറിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 6 എണ്ണം ഈ ഗ്രീൻ കളറിൽ തന്നെ കിട്ടും. പിന്നെ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചത് ഈ ഒരു സ്ട്രെയിനറാണ്, സിങ്കിൽ വെക്കാനായിട്ട്. ഇത് ശരിക്കും ഭയങ്കര യൂസ്ഫുൾ ആണ്. എനിക്ക് തോന്നുന്നു 2019 പോകുന്ന ആ ഒരു സമയത്ത് മമ്മിക്ക് ഇത് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എപ്പോഴും നമ്മുടെ വീട്ടിൽ ഈ സിങ്കിൽ ഇങ്ങനെ, ഇപ്പം നമ്മളൊക്കെ വളരെ കെയർഫുൾ ആയിരിക്കും. കാരണം നമ്മളാണ് കിച്ചണിൽ യൂസ് ചെയ്യുന്നത്. ചിലരൊന്നും ചിലപ്പോൾ ശ്രദ്ധിക്കണമെന്നില്ല. പ്ലേറ്റ്, ഇപ്പം ഞാൻ എൻ്റെ മൂത്തമോനെ പ്ലേറ്റ് ഇടാനൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അവൻ ഈ പറയുന്ന പോലെ വേസ്റ്റ് അങ്ങോട്ട് ഇടാനൊക്കെ ഒരു ചെറിയ മടിയാണ്. അപ്പം എങ്ങനെ പോയാലും സിങ്കിൽ ഈ പറയുന്ന പോലെ വേസ്റ്റ് വന്ന് കൂടും. അപ്പം പിന്നെ ആ വെള്ളം പോകാനൊക്കെ പാടാണ്. നമ്മൾ അനുഭവിക്കുന്ന ഒരു എന്താ പറയുക, വലിയൊരു പ്രോബ്ലം തന്നെയാണ്. അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സൊല്യൂഷനാണ് ഈ ഒരു സിങ്ക് സ്ട്രെയിനർ ആണ്. അപ്പോൾ ഇത് ആമസോണിൽ നിന്ന് ഞാൻ വാങ്ങിച്ചത് 105 രൂപയ്ക്കാണ്. പക്ഷെ ഇത് 2 എണ്ണമായിട്ട് മേടിക്കണം, ഒരെണ്ണമായിട്ട് അത് മേടിക്കാൻ പറ്റില്ല. അപ്പോൾ 210 രൂപയ്ക്കാണ് ഈ ഒരു എന്താ സിങ്ക് ട്രെയിനർ മെഷ് എനിക്ക് കിട്ടിയത്. സോ ഇതും ഒരു മസ്റ്റ് ബൈ തന്നെയാണ്. പിന്നെ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചത് ഇതുപോലത്തുള്ള ക്ലിപ്പുകളാണ്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് നമുക്ക് കിച്ചണിൽ. ഇപ്പം എല്ലാ റബ്ബർ ബാൻഡൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കെട്ടി വെക്കാറുണ്ട്. എല്ലാത്തിലും നമ്മൾ പാത്രത്തിൽ നിറയ്ക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് മാക്സിമം നമ്മൾ കണ്ടെയ്നറിലാണ് വെക്കുക. മാക്സിമം നമ്മൾ നമ്മുടെ സ്റ്റീൽ പാത്രങ്ങളിലൊക്കെയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇട്ട് വെക്കാറുള്ളത്. പക്ഷെ എല്ലാം ചില സമയത്ത് ഫ്രീ ആയിരിക്കണം എന്നില്ല. അപ്പം നമ്മൾ എവിടെ വെക്കണം, ഈ പലപ്പോഴും ഈ സ്നാക്സ് പൊട്ടിച്ച് ഇടാനുള്ള കുപ്പി ഇടാത്ത അങ്ങനെ ഒരു മടിയുള്ളതുകൊണ്ട് ഞാൻ പൊട്ടിക്കാറ് പോലും ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള എന്നെ പോലെയുള്ള മടിച്ചുകൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തുള്ള ക്ലിപ്പുകളാണ്, സീൽ ക്ലിപ്പുകളാണ്. സ്നാക്സ് സീൽ ക്ലിപ്പ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇതിന് എങ്ങാണ്ട് 55 രൂപയുള്ളൂ. 2 സൈസ് കിട്ടും കേട്ടോ. ഇതുപോലെ ചെറുതും കിട്ടും, അതിൻ്റെ അകത്ത് ഇതുപോലത്തെ വലുതും കിട്ടും. അപ്പം ശരിക്കും 55 റുപ്പീസിന് നമ്മുടെ വലിയൊരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷനാണ്. പിന്നെ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചത് അവിടെ ആലുവ വീട്ടിൽ ഒരു ബ്രൂം ഹോൾഡർ കണ്ടു കേട്ടോ. ചൂലൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്നു. പിന്നെ തുടയ്ക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ മോപ്പും കാര്യങ്ങളും ഒക്കെ അതിൻ്റെ അകത്ത് നമുക്ക് ഇടാൻ പറ്റും. വർക്ക് ഏരിയയിൽ നമുക്ക് നമ്മുടെ കിച്ചണിൽ ഉപയോഗിക്കുന്ന ഈ അടിക്കാനും തൂക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ തൂക്കിയിടാൻ പറ്റിയൊരു സാധനമാണ് ഈ ബ്രൂം ഹോൾഡർ. ഈ ബ്രൂം ഹോൾഡറിന് വെറും 364 രൂപയുള്ളൂ. ഡ്രില്ല് ചെയ്ത് പിടിപ്പിക്കണം. ഇപ്പം നമ്മൾ തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് നമുക്ക് തൂക്കിയിടാനായിട്ട് പറ്റും. അപ്പൊ ശരിക്കും നമ്മുടെ ചൂലൊക്കെ ഇതിൻ്റെ അകത്ത് വെക്കാം. ശരിക്കും ഇതിന്റെ പേര് ബ്രൂം ഹോൾഡർ എന്നാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചത്. ഇത്രയും കാര്യങ്ങൾ ഞാൻ മേടിച്ചിട്ടും എനിക്ക് 3200 സംതിങ് ആയിട്ടുള്ളൂ. അപ്പൊ നമ്മൾ കിച്ചണിൽ സ്പെൻഡ് ചെയ്യുന്ന ടൈം നമുക്ക് മാക്സിമം കുറയ്ക്കാൻ പറ്റും, നമ്മൾ കുറച്ചും കൂടി ഓർഗനൈസ്ഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് ഞാൻ പറയാതെ നിങ്ങൾക്കും അറിയാം. അപ്പൊ ഇന്നത്തെ എന്റെ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി, നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഇനി ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്.
താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.